കെപിസിസി അധ്യക്ഷനായി ചുമതലയേറ്റ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള പുതിയ കെപിസിസി ഭാരവാഹികൾ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ചയ്ക്കായി ഇന്ന് ഡൽഹിയിലെത്തും. യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശും 3 വർക്കിംഗ് പ്രസിഡന്റുമാരും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പുതിയ കെപിസിസി ഭാരവാഹികൾ പങ്കുവയ്ക്കും. അതേസമയം മുൻ കെപിസിസി അധ്യക്ഷനും കോൺഗ്രസ് പ്രവർത്തക സമിതി സ്ഥിരം ക്ഷണിതാവുമായ കെ സുധാകരൻ ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കില്ല എന്നാണ് സൂചന. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, പുതിയ ടീമാണ്. സാധാരണ പറയുന്നത് പോലെ കെപിസിസി അധ്യക്ഷൻ അല്ലെങ്കിൽ അങ്ങനെയല്ല പറയുന്നത്, പ്രതിപക്ഷ നേതാവ് അങ്ങനെയൊന്നുമല്ല. പുതിയ ടീം ഇന്ന് പോയി ഹൈക്കമാൻഡിനെ കാണുന്നുണ്ട്. വലിയ പ്രതീക്ഷയുണ്ട് ഹൈക്കമാൻഡിന് ഈ ടീമിൽ. പക്ഷേ സുധാകരന്റെ കാര്യത്തിൽ സുധാകരൻ ഈ യാത്രയിൽ പങ്കെടുക്കുമെന്ന് മുൻപ് സൂചന ഉണ്ടായിരുന്നോ? ഇപ്പം മാറി നിൽക്കുന്നതാണോ? എന്തൊക്കെ വിവരങ്ങളാണ് വരുന്നത്? കോൺഗ്രസിന് ഇനി വരാൻ പോകുന്നത് സണ്ണി ഡേയ്സ് എന്നാണ് രമേശ് ചെന്നിത്തല, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം, ഇന്നലെ ഈ സ്ഥാനാരോഹണ ചടങ്ങിൽ വിശേഷിപ്പിച്ചത്. നല്ല പ്രകാശമുള്ള ദിവസങ്ങളെന്ന് അർത്ഥമാക്കാം, ഒരുപക്ഷെ അതിനുമപ്പുറത്തേക്ക് തീവ്ര ചൂടുള്ള ദിവസങ്ങളെന്നും അർത്ഥമാക്കാം. ഏതാണ് സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും നിലവിൽ കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. നേതാക്കളിൽ വലിയൊരു വിഭാഗം വലിയ പ്രതീക്ഷയിലുമാണ്. അത്ഭുതങ്ങൾ സംഭവിക്കും. തുടർച്ചയായ 2 തവണ ഭരണം നഷ്ടപ്പെട്ടതിൽ നിന്ന് കരകയറാനാകും. അടുത്ത 2026 മെയ്യിൽ രാജ്ഭവനിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി വലിയൊരു ഇടവേളയ്ക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്യും കേരളത്തിലുമെന്ന ഒരു പ്രതീക്ഷയാണ് കോൺഗ്രസ് ക്യാമ്പിലുള്ളത്. ടീം സണ്ണി ജോസഫിന്റെ പ്രധാനപ്പെട്ട ചില ആളുകൾ കൂടി ഇനി വരാൻ, ടീം അംഗങ്ങൾ കൂടി വരാനുണ്ട്. അത് ജനറൽ സെക്രട്ടറിമാർ വേണം, മറ്റ് ഭാരവാഹികൾ വേണം. സമഗ്രമായ ഒരു അഴിച്ചുപണിയിലേക്ക് പോകുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. നേരത്തെ ഈ സമ്പൂർണ്ണ അഴിച്ചുപണി ഉള്ളതുകൊണ്ടാണ് UDF കൺവീനറടക്കം മാറ്റേണ്ടി വന്നതെന്നാണ് അതിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇപ്പോഴുള്ള ജനറൽ സെക്രട്ടറിമാരെയും അതുപോലെ സെക്രട്ടറിമാരെയും KPC ഭാരവാഹികളും ഒക്കെ മാറ്റിക്കൊണ്ട് സമ്പൂർണ്ണ അഴിച്ചുപണിയിലേക്ക് പോകുമോ എന്നാണ് അറിയേണ്ടത്. അതിനുള്ള ഒരു അനുമതി ഇന്നലെ AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഈ സ്ഥാനാരോഹണ ചടങ്ങിൽ തന്നെ സണ്ണി ജോസഫിന് നൽകിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് എവിടെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വേണമോ അതെല്ലാം നടത്താൻ തീരുമാനിക്കാൻ സണ്ണി ജോസഫിന് കേന്ദ്ര നേതൃത്വം ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ സമഗ്ര അഴിച്ചുപണിയിലേക്ക് പോകും. നമുക്ക് ഈ പറയുന്നത്ര എളുപ്പമാകില്ല കോൺഗ്രസ് സമഗ്ര അഴിച്ചുപണി. ഇപ്പോൾ ഒരു പ്രസിഡന്റ് തിരഞ്ഞെടുക്കുമ്പോൾ വലിയ തർക്കങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും അത് കാര്യമായ പൊട്ടിത്തെറിയില്ലാതെ അവിടെ ഇന്നലെ മുരളീധരൻ പറഞ്ഞ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ആ തിരഞ്ഞെടുത്ത സമയമാണ്. അതിർത്തിയിൽ ബോംബ് പൊട്ടുമോ എന്ന ആശങ്കകൾക്കിടെയാണ് ഇവിടെ തീരുമാനം പ്രഖ്യാപിച്ചത്. അതിൻ്റെ ഗുണം ഈ സ്ഥാനമാറ്റ സമയത്തുണ്ടായെന്ന ഒരു സൂചനയായി കൂടി മുരളിയുടെ വാക്കുകളെ കാണാം. അല്ലെങ്കിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കോൺഗ്രസും മാറിയേനെ. ഒരു ബോംബ് പ്രതീക്ഷിച്ചെടുത്തൊരു ഏറുപടക്കം പോലും വീണില്ല എന്ന് മുരളി പറയുമ്പോൾ അത്രയധികം ബോംബ് ഇവിടെ പൊട്ടാനുണ്ടായിരുന്നു. പക്ഷേ തിരഞ്ഞെടുത്ത സമയം അത് അതിർത്തിയിൽ രാജ്യം വലിയ സംഘർഷാത്മക സാഹചര്യം നേരിടുമ്പോഴായിരുന്നു എന്നതുകൊണ്ടാണ് എന്ന് മുരളീധരൻ സൂചിപ്പിക്കുന്നു. മുരളീധരൻ്റെ പ്രസംഗത്തിലും ചില കുത്തുവാക്കുകൾ, ഒളിയമ്പുകൾ ഇന്നലെയും ഉണ്ടായിരുന്നു. MM ഹസനും പൂർണ്ണമായും തൃപ്തനല്ല ഇപ്പോഴത്തെ മാറ്റത്തിൽ. അങ്ങനെ നിരവധി മുതിർന്ന നേതാക്കളുണ്ട്. അവരെയൊക്കെ സംയമനത്തിൻ്റെ പാതയിലൂടെ അവരെ ഒരുമിച്ച് കൊണ്ടുപോകുക വലിയ വെല്ലുവിളി സണ്ണി ജോസഫിനും ഒപ്പമുള്ള ടീമിനുമുണ്ട്. അവിടെ പുതിയ ഭാരവാഹികളെ സഹഭാരവാഹികൾ തീരുമാനിക്കുമ്പോൾ കൂടി ഒരു ഐക്യം ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതൃനിരയും ദേശീയ നേതൃത്വവും. വലിയ പ്രതീക്ഷകൾ, വലിയ സ്വപ്നങ്ങൾ അവർക്കുണ്ട്. അത് വരുന്ന അതിനു മുമ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുണ്ടാകാം. അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വപ്ന സമാനമായ തിരിച്ചുവരവും 100 സീറ്റുകൾക്കപ്പുറത്തേക്ക് നേടിവരുമെന്ന അവകാശവാദമാണ്, ഉറപ്പാണ് ഇന്നലെ പ്രതിപക്ഷ അടക്കമുള്ളവർ കോൺഗ്രസ് പ്രവർത്തകർക്കും ഹൈക്കമാൻഡ് നൽകിയത്. അതിലേക്കുള്ള യാത്ര അത്ര എളുപ്പമാകില്ല. എങ്ങനെയാകുമെന്നത് ഈ വരുന്ന ദിവസങ്ങൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയും. ശ്രീജ. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.